നിലമ്പൂർ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര്. പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് MLA നിർദ്ദേശിച്ച കിഷോർ കുമാറിനെ മണ്ഡലം കമ്മിറ്റി മാറ്റി. പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് MLA നിർദ്ദേശപ്രകാരം കിഷോർ കുമാറിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഒരു വിഭാഗം കൌൺസിലർമാരും യൂത്ത് കോൺഗ്രസും എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. സുരേഷ് പാത്തിപ്പാറയെ പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷനാക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയും നിർദ്ദേശിച്ചു. DCC പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സുരേഷ് പാത്തിപ്പാറ പത്രിക നൽകിയതിനാൽ കിഷോർ കുമാർ പത്രിക നൽകിയില്ല. ഇതേ തുടർന്ന് സുരേഷ് പാത്തിപ്പാറ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരസമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നഗരസഭയിലെത്തിയിരുന്നു. സുരേഷ് പാത്തിപ്പാറയെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൌൺസിൽ ഹാളിന് പുറത്തുള്ള പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിലമ്പൂർ നഗരസഭയിൽ UDF ഭരണസമിതിയിൽ തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പ് പോര് പരസ്യമായി തുടങ്ങിയിരിക്കുകയാണെന്ന് CPI അംഗം PM ബഷീർ പറഞ്ഞു. ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഇവിടെ ഈ വരും 5 വർഷം നിലമ്പൂർ നഗരസഭയിൽ വികസനം നടക്കാൻ പോകുന്നില്ല, ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാൻ പോകുന്നില്ല. ഇവിടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലുള്ള പടപ്പിണക്കങ്ങളുടെ കേന്ദ്രമായി ഈ നഗരസഭ മാറും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇത് നിലമ്പൂരിലെ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്തും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് VS ജോയും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. UDFൽ ഭിന്നതയില്ലെന്നും ഒറ്റക്കെട്ടായാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും പറഞ്ഞു. തന്നെ ജനം തള്ളിക്കളയും. കാരണം ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പരിശോധിക്കാൻ ചെന്നപ്പോഴേ അത് ആര്യടൻ ഷൗക്കത്ത് MLAക്കെതിരെയുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാളാ. ആ ഗ്രൂപ്പ് പോരും ഈ ടോയ്ലറ്റും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളതല്ലാതെ അതിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഒരപശബ്ദം പോലും നിങ്ങൾ ആരെങ്കിലും കേട്ടു? ഇവിടെ പിറകിലിരുന്നിട്ട് ആരെങ്കിലും പേരവിടെ വായിച്ചോ? ഒരൊറ്റ പേരേ വായിച്ചുള്ളൂ. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വേറൊരാള് ഇല്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു അവകാശവാദം ആരും ഉന്നയിച്ചിട്ടുമില്ല. ഞാൻ ആരുടെ പേരും കിട്ടില്ല. ഞാൻ ഇവിടെ 10:30 മുമ്പ് നഗരസഭയിൽ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ എത്തി, 10:30 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് പോരോ ഇല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തീർക്കാൻ ഞാൻ അവിടെ ഇരുന്നേനെ. ഞാൻ വന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ ചെയർപേഴ്സന്റെ റൂമിൽ ഞാൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കോർ കമ്മിറ്റി അംഗമാണ്, ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അത് പരിഹരിക്കാൻ എന്നെ കൂടെ വിളിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂളായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണത്? അപ്പൊ ഇല്ലാത്തതൊന്ന് ഉണ്ടാക്കിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെന്തേ ചെയ്തതെന്ന് ജനത്തിന് പകൽ പോലെ വിളിച്ചാ അത് കൗണ്ടർ ചെയ്യാൻ ഈ ഓട്ട അടയ്ക്കൊന്നും വേണ്ട. അത്രേ പറയാനുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നത് തടഞ്ഞതിനെതിരെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്ന് ചില മുതിർന്ന അംഗങ്ങൾ പറഞ്ഞു. ചിലരുടെ തോൽവിയുടെ പാപഭാരം കെട്ടിവെച്ച് ഒറ്റപ്പെടുത്താനുള്ള നീക്കം തടയുമെന്ന സൂചനയും ഇവർ നൽകുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.